പറയാനുള്ളത് എനിക്കത് സജസ്റ്റ് ചെയ്തെന്ന് എന്റെ ആശി എന്ന് പറഞ്ഞ ആ മോനോടും ഇൻഡസ്ട്രിയ എന്ന് പറഞ്ഞ കമ്പനിയോടോ തീർത്താ തീരാത്ത കടപ്പാടാണുള്ളത്. കാരണം എന്നെ സംബന്ധിച്ച് കഴിക്കുന്ന സമയത്ത് മരുന്ന് അതുപോലെ കണ്ടിന്യൂ ചെയ്തിരുന്നില്ലേ? മരുന്ന് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ. ഇതിപ്പോ കുറച്ചു 11 മരുന്നുള്ളത് ഇപ്പൊ 6 മരുന്നാക്കി ഡോക്ടർ കുറച്ചു. ഡോക്ടർ പറഞ്ഞു ഇത് കഴിച്ചോളാനും പറഞ്ഞു. അതിനുശേഷം ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പൊ വേദനയോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒന്നുമില്ല. ദൈവത്തിനോട് നന്ദി പറയാ, ഇൻഡസ്ട്രിയോട് നന്ദി പറയാ. എനിക്കത് സജസ്റ്റ് പരിപൂർണമായി ഹെൽത്തിലേക്ക് വന്നു ശൈലേജിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ഇത് ഒരു സർജറി, വലിയൊരു സർജറി കഴിഞ്ഞ് രണ്ടാമതും ഒരു അറ്റാക്ക് വന്ന് ഇപ്പൊ ഐപ്ലസ് കഴിച്ചപ്പോ കൃഷ്ണേട്ടൻ തോന്നുന്ന ഫീലിംഗ് എന്താണ്? ശരിക്കും ഹെൽത്തുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ശരിക്കും എന്താണ് തോന്നുന്നത്? ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഐപ്ലസ് കുടിക്കുന്ന കാരണമായിരിക്കും ഇപ്പം തെറ്റില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ഇതുണ്ട്, മാനസികാവസ്ഥയുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് എന്തായാലും കൺക്ലൂഷനിലേക്ക് എത്താം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ശരിക്കും വലിയൊരു സർജറി കഴിഞ്ഞു, രണ്ടാമതും അറ്റാക്ക് വരിക എന്ന് പറഞ്ഞാൽ 2-3 പോയിന്റ് അവിടെ ഉണ്ട്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് സ്വരുക്കൂട്ടി വെച്ചാൽ ജോലി സമയത്ത് സ്വരുക്കൂട്ടി വെച്ച കുറച്ച് പൈസ ഉണ്ടാവും. അത് 2 പെൺമക്കളുടെ കല്യാണം എന്ന് പറഞ്ഞ എല്ലാ ഫാമിലിയുള്ള പോലെ അതിനു വേണ്ടി മാറ്റി വെക്കുന്നതാണ്. അതിന്റെ ഇടയിലാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇതുപോലെ സംഭവങ്ങൾ വരുന്ന, അറ്റാക്ക് ആയിട്ടും പല ഫാമിലി ക്യാൻസർ ആയിട്ടൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ അതിനുശേഷം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുമ്പോഴേക്കും അതോടുകൂടി നമ്മുടെ ഫാമിലി ഫിനാൻഷ്യൽ സെറ്റപ്പ് തീരുകയാണ്. രണ്ടാമത്തെ സംഭവം വന്നപ്പോഴും ശൈലേജിയെ സംബന്ധിച്ച് ആ ഫാമിലിയെ സംബന്ധിച്ച് വരുമാനം അവിടെ വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും എന്തോ അവരെന്ത് ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ ആവാം വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസം അഡ്മിറ്റ് ചെയ്തു, വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയാൻ പോകുന്ന ഈ കാര്യം വരുന്നത്. ശരിക്കും ആലോചിച്ച് നോക്കൂ. അവര് വിളിച്ചത് മകൻ എന്നാണ് വിളിച്ചത്, ഒരു ഫാമിലി ഫ്രണ്ടിന്റെ മകൻ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അവർ ആ പ്രൊഡക്റ്റ് കൊടുത്തു, അത് മെല്ലെ മെല്ലെ കഴിച്ചു. ഞാൻ വീണ്ടും പറയുന്നു, ഐപ്പൾസ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഇതല്ല ഒരു 100 കണക്കിന് വീഡിയോസ് ആണ് ഇനി വരാൻ പോകുന്നത്. ശരിക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ വീണ്ടും പറയുന്നു, എപ്പോഴും പറയുന്നത് പോലെ കൊടുക്കുന്ന ഒരു കൊടുക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറും വാങ്ങുന്ന ഒരു കസ്റ്റമറും ഹാപ്പി ആയി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് വിജയിച്ചു. ഐപ്പൾസിനെ കുറിച്ചുള്ള കഥകളാണ് പറഞ്ഞത്. ഇവിടെ ഐപ്പൾസിലൂടെ ശൈലേജിക്ക് തിരിച്ചു കിട്ടിയത് അവരുടെ ഫാമിലിയാണ്. ആ ഫാമിലിയാണ് തിരിച്ച് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ഇനി ശൈലേജ്, കൃഷ്ണേട്ട, എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് അവസാനമായിട്ട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മള് ഇനിയിപ്പോ ഇവർക്ക്